ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതം അത് നമുക്ക് 3 ഘട്ടങ്ങളിലായി മനസ്സിലാക്കാം. ഒന്ന്, ആദ്യ ഘട്ടം അറിവ് പഠിക്കുന്നതിലും എല്ലാ മേഖലകളിലും ആഴത്തിൽ പഠിച്ചുകൊണ്ട് വലിയ ഒരു പണ്ഡിതനായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ടാമത്തേത്, ആ പഠിച്ച അറിവുകളെല്ലാം ജീവിതത്തിൽ പകർത്തി ആത്മാവിൻ്റെ കാറുകളും ചേറുകളൊക്കെ ഒക്കെ കളയാൻ വേണ്ടി കഠിനമായ പരിശീലനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ത്യാഗത്തിലൂടെയും ഉന്നതിയിലേക്ക് ഉയർന്നു വരുന്ന ആത്മീയ ഉന്നതിയിലേക്ക് ഉയർന്നു വരുന്ന അവസ്ഥ. അക്കാലത്ത് വളരെ ദീർഘമായ സഞ്ചാരങ്ങളും വളരെ കഠിനമായ പരിശീലനങ്ങളും ത്യാഗങ്ങളുമൊക്കെ അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയും അങ്ങനെ ആത്മാവിൻ്റെ എല്ലാ കറകളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ അവസ്ഥ, അള്ളാഹുവിനെ മനസ്സിലാക്കി ആത്മീയമായി ഉന്നതിയിലെത്തി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങൾക്ക് ഒരു പ്രബോധകനായി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന അവസ്ഥ. മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഈ 3 അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ അവസ്ഥയിൽ 25 കൊല്ലത്തോളം മഹാനവറുകൾ ആത്മാന്വേഷണത്തിനായി ചുറ്റി നടന്ന കഥ മുഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ എന്ന്. ആ ചുറ്റി നടക്കുന്നതിനിടയിൽ മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ ബുർജുൽ അജം എന്ന് പറയുന്ന സ്ഥലത്ത് 11 വർഷം എൻ്റെ ആത്മാന്വേഷണത്തിനിടയിൽ 11 വർഷം ഞാൻ അവിടെ താമസിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ഒരു കരാർ ചെയ്തു. എൻ്റെ കൈ കൊണ്ട് ഞാനൊരു ഭക്ഷണവും കഴിക്കുകയില്ല, എനിക്കാരെങ്കിലും നിർബന്ധിച്ച് വാരി തന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് ഒരു കരാർ ചെയ്യുകയുണ്ടായി. ആ ഉടമ്പടി, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അത്തരം ഉടമ്പടികൾ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശത്തിൻ്റെയും അവരുടെ ഷെയ്ഖുമാരിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കരാറുകൾ മഹാന്മാർ ചെയ്യാറുള്ളത്. അവരുടെ ആത്മീയ സഞ്ചാരത്തിനിടയിൽ അവർ ഇത്തരം കരാറുകൾ ചെയ്യാറുള്ളത്. മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനങ്ങനെ അവിടെ കരാർ ചെയ്തുകൊണ്ട് 11 വർഷം താമസിക്കുന്നതിനിടയിൽ ഒരിക്കൽ എൻ്റെ ഷെയ്ഖായ അബൂ സഈദിൽ ഹരീമി റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. ഞാൻ കരാറിൽ താമസിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ പോയില്ല. പിന്നീട് ഞാൻ മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ഖദർ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഷെയ്ഖ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങൾ പോയില്ല അല്ലേ? നിങ്ങൾ പോകണമെന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് പോയി. ഷെയ്ഖ് അവറുകൾ വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി എൻ്റെ അടുത്ത് കൊണ്ടുവച്ച് എനിക്ക് അത് വാരിത്തരികയാണ് ഉണ്ടായത്. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൽപ്പന പ്രകാരം ഷെയ്ഖ് എനിക്ക് ഭക്ഷണം വാരിത്തന്നപ്പോഴാണ് ഞാൻ ആ കരാറിൽ നിന്ന്, ആ ശബദത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ആത്മീയ സഞ്ചാരത്തിനിടയിലുള്ള അനുഭവം വിശദീകരിക്കുന്നുണ്ട്. അതാണ് മുഹീദ്ദീൻ മാലയിൽ 34ാമത്തെ വരിയിലൂടെ ഖാളി മുഹമ്മദ് അവർ സൂചിപ്പിക്കുന്നത്. എൻ കയ്യാലൊന്നുമേ തിന്നേനാതെന്നാരേ ഏകലാൽ ഖിൽറേകി ബാരിക്കൊടുത്തോവർ. എൻ്റെ കൈകൊണ്ട് ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുകയില്ല, മറ്റാരെങ്കിലും നിർബന്ധിച്ചു തന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൽപ്പന പ്രകാരം എൻ്റെ ഷെയ്ഖ് അവറുകൾ എനിക്ക് വാരിത്തന്നപ്പോഴാണ് ഞാൻ ആ ഭക്ഷണം കഴിച്ചത് എന്നാണ് തൻ്റെ അനുഭവമായി മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു